നവകേരള സൃഷ്ടിയിലേക്ക് കുതിക്കുന്ന LDF സർക്കാരിന്റെ നേട്ടങ്ങൾ കൺമുൻപിലെത്തിച്ച് വയനാട് കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ എന്റെ കേരളം പ്രദർശന വിപണനമേള. കേരളം കൈവരിച്ച സുസ്ഥിര വികസന സൂചികകളിലെ മാതൃക, മാലിന്യമുക്ത ഇടപെടലുകൾ, സ്മാർട്ട് കേരളം സേവനങ്ങൾ, വ്യവസായ സൗഹൃദ അന്തരീക്ഷം, അതിദാരിദ്ര്യമുക്ത പദ്ധതി തുടങ്ങിയവ ദൃശ്യമാണ്. ഫുഡ് കോർട്ടും ചലച്ചിത്ര പ്രദർശനത്തിനായി ഒരുക്കിയ തിയേറ്ററും മേളയിൽ ആസ്വാദകരെ നിറയ്ക്കുന്നു. വൈകിട്ട് കലാ സാംസ്കാരിക പരിപാടികൾ മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ മേള തുടരും. അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ മികവുകൾ എണ്ണിപ്പറയുന്ന മേളയിൽ വിനോദവും വൈവിധ്യങ്ങളും നിറച്ചാണ് പ്രദർശനം. ഉരുളടഞ്ഞ സ്വപ്നങ്ങൾക്കുമേൽ അതിജീവനം തീർത്ത ബെയിലി പാലത്തിന്റെ സ്മരണയ്ക്കായി ദുരന്തബാധിതരായ 20 വനിതകൾ ചേർന്ന് ആരംഭിച്ച സംരംഭത്തിന്റെ സ്റ്റാളിൽ വിൽപ്പനയ്ക്കായി വെച്ച ബെയിലി ബാഗിനായി ആവശ്യക്കാർ ഏറുകയാണ്. ഊർജ്ജ മേഖലയിലെ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിച്ചതിനൊപ്പമാണ് KSEB ഇടുക്കി ഡാമിനെയും അടുത്തറിയാൻ അവസരമൊരുക്കിയത്. അഗ്നിരക്ഷാസേനയുടെ ഉരുൾ രക്ഷാ പ്രവർത്തനങ്ങളുടെ ലഘുചിത്ര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. ഇല്ല, അവിടത്തോട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവിടെ അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം നമ്മളവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ചെയ്ത മറ്റേ ടൈറോളിങ് ചെയ്തത് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാഷ്വാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ ഉപയോഗിച്ച ടൈറോളിൻ്റെ മാതൃക നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മേളയിലെ പോലീസിന്റെ സ്റ്റാളും കൗതുകമൊരുക്കുന്നു. AK-47 മുതൽ റിവോൾവർ വരെയുള്ള തോക്കുകളുടെയും തിരകളുടെയും ശേഖരം ഒരുക്കിയിട്ടുണ്ട്. കേരള പോലീസിൽ ഉപയോഗിച്ച ആയുധങ്ങൾ മുതൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെപ്പൺസ് വരെ നമ്മളിവിടെ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു എക്സിബിഷൻ ഇവിടെ കേരള പോലീസിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. സർക്കാർ പദ്ധതികളെക്കുറിച്ചും സൈബർ കുറ്റകൃത്യങ്ങളുടെയും വിവരണങ്ങൾ മേളയിൽ ലഭ്യമാണ്. മേളയിലെ കായിക വകുപ്പിന്റെ പവലിയനിൽ വൻ തിരക്കാണ്. കുറേ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല അടിപൊളിയാണ്. കുറേ നേരം കളിക്കുന്നത്, അങ്ങനെ നല്ല ഇത് തന്നെയാണ്, അടിപൊളി. കുറേ കളിക്കാണ്ട്, ചുറ്റി കാണാൻ കുറേ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമായി, നല്ല എക്സ്പീരിയൻസാണ്. തിങ്കളാഴ്ച വരെ നടക്കുന്ന മേളയിൽ ഇതുവരെ 10,000 കണക്കിന് ആളുകളാണ് സന്ദർശനം നടത്തിയത്. റിപ്പോർട്ടർ, വയനാട്.